ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S എന്ന് പറയുന്ന വയർലെസ് ലാവലിയർ മൈക്രോഫോൺ ആണ്. ഇത് ആപ്പിൾ ഐപാഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് USB-C to ലൈറ്റനിങ് കേബിൾ വരുന്ന മോഡലാണ്. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സിനകത്ത് ഒരു വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഒരു ക്യുക്ക് ഗൈഡും അവൈലബിൾ ആണ്. ഇതാണ് ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S എന്ന് പറയുന്ന മോഡലിൻ്റെ ചാർജിങ് കേസ്. ഇതിനകത്താണ് 2 റിസീവേഴ്സും അതുപോലെ തന്നെ 2 ട്രാൻസ്മിറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് ഒരു ഡ്രോ സ്ട്രിങ് ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് അതിൻ്റെ കേബിൾസും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത്. ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബിൽഡാണ്. അതുപോലെ തന്നെ ഹോളിലാൻഡ് എന്ന് അവർ നല്ല രീതിയിൽ തന്നെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. ബാഗിനകത്ത് വരുന്നത് ഒരു 3.5 mm TRS കേബിളും അതുപോലെ തന്നെ ആപ്പിൾ ഐപാഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള C to ലൈറ്റനിങ് കേബിളുമാണ് ബാഗിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ബാഗിൻ്റെ അകത്ത് വരുന്നത് വിൻഷീൽഡാണ്. 2 ട്രാൻസ്മിറ്റേഴ്സിനായിട്ട് 2 വിൻഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാഗിൻ്റെ അകത്തുള്ളത് ചാർജിങ് കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയ്ഡാണ്. യൂറോപ്യൻ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹോളിലാൻഡ് ലാർക്ക് M2S ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യാം. നല്ല സ്ട്രോങ് ബോഡിയാണ് ചാർജിങ് കേസിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ട്രാൻസ്മിറ്റേഴ്സും 2 റിസീവേഴ്സും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്യാമറയിൽ സെറ്റ് ചെയ്യുന്ന റിസീവർ നോക്കാം. റിസീവറിന്റെ പിൻവശത്തായിട്ട് ഒരു ഹോട്ട് ഷൂ കൊടുത്തിട്ടുണ്ട്. ഇത് ക്യാമറയുടെ മുകൾ ഭാഗത്തായി ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 3.5 mm ജാക്ക് കണക്ടർ പോർട്ട് അവിടെയുണ്ട്. പിന്നെ ഇവിടെ കാണാം ഒരു C ടൈപ്പ് പോർട്ടും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ ബട്ടണും. അതായത് സിംഗിൾ ക്ലിക്കിൽ നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഈ കാണുന്നത് അതിൻ്റെ കേസിനകത്ത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. ഇവിടെ ആയിട്ട് 2 LED ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൾട്ടി ഫങ്ഷണൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിന്റെ മൈക്കിന്റെ ലെവൽ അഡ്ജസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും നോയ്സ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടി ഫങ്ഷണൽ റൗണ്ട് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് ഡിവൈസിന് വേണ്ടി മാത്രമുള്ള റിസീവറാണ്. USB-C ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് ബട്ടൺ കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിന്റെ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രാൻസ്മിറ്ററുമായിട്ടുള്ള വയർലെസ് കണക്ടിവിറ്റിക്കും വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. സൈഡിലായിട്ട് നമുക്കൊരു ചാർജിങ് പോർട്ട് കാണാം. നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന്റെ ബാറ്ററി തീർന്നാൽ ഈ റിസീവർ അഴിക്കാതെ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള C പോർട്ട്. നമ്മുടെ ചാർജർ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഫോൺ ചാർജ് ആവുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഓഡിയോ റെക്കോർഡിങ്ങും നടക്കുന്നതാണ്. ഇൻവിസിബിൾ ഫിറ്റ് എന്ന് പറയുന്ന വയർലെസ് ലാവലിയർ മൈക്രോഫോൺ ആണ്. എന്നാൽ ഇത്തവണ അവര് ലാർക്ക് M2S എന്ന് പറയുന്ന ഈ മോഡലിൽ ഇൻവിസിബിൾ ഫിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവിസിബിൾ ആണെന്നുള്ളതാണ്. അതായത് ഇതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഈ വലിയൊരു റൗണ്ട് പോർഷൻ, അതിന്റെ യൂണിറ്റ് നമ്മളുടെ ഡ്രസ്സിന് അകത്ത് ആണ് അതിന്റെ പ്ലേസ് ആവുക. 48 kHz 24-bit ഹൈ ക്വാളിറ്റി സൗണ്ട് ആണ് ഈ മൈക്രോഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ 1000 ഫീറ്റ് ഡിസ്റ്റൻസ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒറ്റ ക്ലിക്കിൽ എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ എന്ന ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ റിസീവറും സെയിം അതുപോലെ തന്നെയാണ് അതിന്റെ ഫങ്ഷൻസ്. അടുത്തതായിട്ട് നമുക്ക് ചാർജിങ് കേബിൾ നോക്കാം. അതിന്റെ സ്ട്രിപ്പ് നമുക്ക് തുറക്കാം. അതുപോലെ തന്നെ കേബിളും നല്ല ക്വാളിറ്റി ബിൽഡാണ്. USB-A to USB-C ആണ് കേബിൾ വരുന്നത്. ചാർജിങ് കേസിലേക്ക് കണക്ട് ചെയ്യുന്ന USB-Cയും അതുപോലെ തന്നെ ചാർജറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് USB-Aയും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ ചാർജിൽ 30 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 9 മണിക്കൂർ വരെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് 3.5 mm TRS കേബിളാണ്. ഇത് നമ്മളുടെ ക്യാമറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിസീവറിന്റെ സൈഡിലായിട്ടുള്ള പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഭാഗം റിസീവറിന്റെ TRS പോർട്ടിലും അതിന്റെ മറുഭാഗം ക്യാമറയിൽ വരുന്ന മൈക്ക് പോർട്ടിലും കണക്ട് ചെയ്യുക. യൂണിവേഴ്സൽ കോമ്പാറ്റിബിലിറ്റി കോംബോ വേർഷൻ എന്ന പേരിലാണ് ഇതിന്റെ റിസീവർ അറിയപ്പെടുന്നത്. അതായത് ക്യാമറയ്ക്കും അതുപോലെ തന്നെ ആപ്പിൾ യൂസേഴ്സിനും വേണ്ടിയിട്ട് ഒറ്റ ഡിവൈസ്. അടുത്തത് ആപ്പിൾ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള Type-C to ലൈറ്റനിങ് കേബിൾ ആണ്. ഈ കാണുന്ന C പിൻ ഇതാണ് നമ്മളുടെ ക്യാമറയിൽ വെക്കുന്ന അതേ റിസീവറിന്റെ സൈഡിലായി കാണുന്ന C പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം മറുവശം നിങ്ങളുടെ ആപ്പിൾ ഡിവൈസിൽ കണക്ട് ചെയ്യുക. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോസിന് വേണ്ടി വീഡിയോ ഡാഡി യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക.